വിമാനം കയറി സൗദിയിലോട്ട് വന്നതിന് ശേഷം പഠിച്ചൊരു പണിയാണ് കേട്ടോ ഈ പെയിൻറ്റിങ്. ഈ പെയിൻറ്റിങ് എനിക്ക് ഇന്ന് ഉപകാരപ്പെട്ട് കേട്ടോ. നമുക്ക് ഈ ഒരു കളറിനെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഈ കളറിനെ ഇപ്പം നമുക്ക് ചുരണ്ടിക്കൊണ്ടിരിക്കുന്ന കളറിനെ മിക്സ് ആക്കണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് വേണ്ടത് വൈറ്റ് പെയിൻറ്റാണ്. ഈ വൈറ്റ് പെയിൻറ്റിൽ കൂടി നമ്മൾ സ്റ്റെയിനർ ചേർക്കണം. യെല്ലോ സ്റ്റെയിനർ ചേർത്തിട്ട് വേണം നമുക്കിപ്പോൾ നേരത്തെ കണ്ടൊരു കളറിനെ ഫിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സെറ്റാക്കി എടുക്കാൻ. അപ്പോൾ നമ്മൾ സ്റ്റെയിനർ മേടിച്ചു, പെയിൻറ്റ് വാങ്ങിച്ചു, അവസാനം തന്നെ ഈ ഒരു കളറിനെ സെറ്റാക്കി കേട്ടോ. കളറിപ്പം ഓക്കെയാണ്. ഏകദേശം ആ പഴയ കളറും ഈ പുതിയ കളർ സെറ്റായ കളറും ഏതാണ്ട് ഒരുപോലെയൊക്കെ തന്നെയാണല്ലേ. വലിയ വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ഇത്ര വൃത്തിയില്ലാത്ത ചുമരിൽ, ക്ലീൻ അല്ലാത്ത ചുമരിൽ എന്തുകൊണ്ടാണ് ഞാനിത് അടിക്കുന്നതെന്നായിരിക്കും നിങ്ങളുടെ മനസ്സിലുള്ളത്. സംഭവം ഞങ്ങളുടെ കമ്പനിയിൽ പഴയതുപോലെ തന്നെ പണിയെല്ലാം ശോകമായി. നമ്മളെല്ലാം റൂമിൽ കിടക്കുമ്പോൾ കഫീൽ പറഞ്ഞു ശമ്പളം തരില്ല, റൂമിൽ കിടക്കുന്നവർക്ക് സാലറി ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ ഇവരെന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ജോലി ഇല്ലെങ്കിൽ നമ്മളെ പറഞ്ഞ് നാട്ടിൽ വിട്ടൂടെ? ഞാൻ ഒരുപാട് പ്രശ്നം പറഞ്ഞു, എനിക്ക് ലീവ് വേണം, എനിക്കൊരു 3-4 മാസം ലീവ് അടിച്ചു തരും, ഞാൻ നാട്ടിൽ പോട്ടെ എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു ഓക്കെ തരാം അങ്ങ് നീട്ടി കൊണ്ടുപോകുന്നത്. പുള്ളിയുടെ വിചാരം എന്തോ വലിയൊരു വർക്ക് നമുക്ക് വരാൻ പോകുന്നു. ശരിക്കും നമുക്ക് വർക്കൊന്നും വരാൻ വേണ്ടി പോകുന്നില്ല. അപ്പോൾ അങ്ങനെ വെറുതെ റൂമിൽ കിടന്ന ശമ്പളം കിട്ടില്ല എന്നത് കൊണ്ട് ആ കഫീലിൻ്റെ വീട്ടിൻ്റെ ചുമരിൽ തന്നെ ഫുള്ള് ഞങ്ങൾ എടുത്തുകൊണ്ട് പോയി പെയിൻറ്റ് അടിച്ചേട്ടാ. റൂമിൽ കിടന്ന നമുക്ക് ശമ്പളം കിട്ടില്ല. അപ്പം നമ്മൾ സ്റ്റോറിലുണ്ടായിരുന്ന കുറേ പഴയ പെയിൻറ്റൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കൂടെ വാരി അടിച്ച് പുള്ളിക്കാരൻ്റെ ചുമരങ്ങ് നമ്മൾ ക്ലീൻ ആയി കൊടുത്തു.